Asian and Ben, what's up gamers? Welcome back to another episode of Minecraft. സർ ലെറ്റ്സ് പ്ലേ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നിവിടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഓക്കെ ഓക്കെ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിൽ കയറാം. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. എന്താ വെച്ചാല് നമ്മളുടെ നമ്മളുടെ എപ്പിസോഡിൽ ഇതുവരെ കാണാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ശവാല് ഈ പുറത്ത് ഈ സാമാനം ഉണ്ടായിരുന്നു. ഇതന്നെ തീർക്കാൻ വേണ്ടിട്ട് ഇറങ്ങുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു യുവമാരെയൊക്കെ സഹിക്കേണ്ടി വരുമെന്ന അവസ്ഥ എനിക്കുള്ള വളരെ നന്നായിട്ട്. കുറച്ചൊക്കെ വേണമെന്നുണ്ടായിരുന്നു, എന്നാലും ഞാനിപ്പോ പോകുന്നില്ല. ഇതെന്താ സംഗതി കണ്ട് അങ്ങോട്ടെങ്കിലും മാറിയിട്ട് ഇനി കാലമാടൻ രണ്ട് നെഞ്ചത്തോട്ട് കയറ്റി വെച്ച് പിടിക്കല്ലേ. ഒരു മിനിറ്റ്, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സഹായിക്കണം. ഞാനിപ്പോഴത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന കാര്യമായിരുന്നു, എന്നാലും ഞാൻ ചെയ്യാം. എന്നാലും എൻ്റെ വക ഒരു ചെറിയ സർപ്രൈസ് ആ തെണ്ടിക്ക് കൊടുത്തേക്കട്ടെ, ഇല്ലെങ്കിൽ അവൻ എൻ്റെ മലമ്പാമ്പായി മാറും. എതിരാളിനെ ഓ പണ്ട എവിടുന്നേലും കേറി വന്നോളൂ. എവിടുന്നാലും അകത്തില്ല. നമുക്ക് പഴയ പോലെ ഒന്നും കൂടി ചെയ്യാന്ന് പറഞ്ഞ പോലെ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയല്ലേ, ഒന്ന് സഹിക്കണേ. ഓക്കെ, നമ്മളെ മരം വെട്ടാൻ പോയ കാര്യം ഒരു പെണ്ടിക്കും അറിയത്തില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ മരം വെട്ടിയിട്ട് എത്ര ദിവസമായെന്നറിയോ സുഹൃത്തുക്കളെ? മരം വെട്ടിയിട്ട് എത്ര ദിവസമായെന്നറിയോ? അപ്പൊ നമുക്ക് ഇന്ന് കേവാണ് നമ്മുടെ മിഷൻ. ഓക്കെ, നമ്മുടെ മിഷൻ ഇന്ന് കേവാണ്. കാരണം എന്താണെന്ന് വെച്ചാല് കേവില് കുറെ സാധനം കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് മൈൻ ഷാഫ്റ്റ് തപ്പാൻ പോകണം. ഓക്കെ, അപ്പൊ മൈൻ ഷാഫ്റ്റ് തപ്പാൻ പോകാനുള്ള അവസരമൊക്കെ ഇവിടെ ഒരുക്കി തരും. നമ്മളായിട്ടത് കൊളവാക്കി വെച്ച് കൊടുക്കരുതെന്നാണ് ഞാൻ പറയാനുള്ളത്. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതിൽ. എന്നിട്ട് ഇങ്ങനെ ഒരു ഇതില്ലാതെ അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് മൈൻഡ് ക്രാഫ്റ്റിൽ എവിടെന്നേലും സെറ്റ് ആക്കി വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടിക്കോളണം. അപ്പോ അങ്ങനെ ഒരു സാധനം ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹമൊന്നും ഇല്ലാന്ന് വെച്ചല്ല, ഞാനത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇപ്പോ ഒരു മരം അങ്ങ് വെട്ടി റെഡിയാക്കി കുറച്ചും കൂടി ടൂൾസ് ആയിട്ട് പിക്കാക്സ് ഒക്കെ ആയിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഇരുന്നത്. അപ്പോ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാല്, ഞാനിപ്പോ ഈ സംഭവം ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ കേവിലോട്ട് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ പണി എവിടെന്നാ പാലും വെള്ളത്തിൽ കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ക്രീപ്പർ അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്, സോംബി അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്നൊരു അതിഥിയും കൂടി ക്ഷണിക്കാന്ന് കരുതി, പക്ഷേ അവൻ വരത്തില്ല. കാരണം അവന് കുറെ റെക്കോർഡിങ് വർക്കൊക്കെ ഉണ്ട്, റെക്കോർഡിങ് വർക്കൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഇല്ലാത്ത കാര്യത്തിന് റെക്കോർഡിങ് വർക്ക് എന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുമെന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. പക്ഷെ ഞാൻ അവരോട് ഒരു കാര്യം പറയുന്നത്, അതെന്ന് വെച്ചാൽ ഈ ആരും ഇല്ലാത്ത സമയത്തൊന്നും അല്ല ഈ സംഭവം നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ഈ മൈൻക്രാഫ്റ്റിൽ കയറിയതും ഇന്നലെയായിരുന്നു. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട വർക്ക് ആയതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് ഏറ്റെടുക്കുന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, മൈൻക്രാഫ്റ്റിൽ നമ്മളറിയാതെ ആരെങ്കിലും ഇങ്ങനെ എക്സ്പ്ലോറിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരും കൂടി ഒന്ന് ഇവിടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. ഞാൻ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടും. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുന്ന പോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു, ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്ന് സെറ്റപ്പിലോട്ട് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ 40 വുഡ് ഇപ്പൊ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഷീൽഡ് ഉണ്ടാക്കാനാണ് അതൊക്കെ.
അതൊക്കെ ഞാനൊന്ന് വീട്ടിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് നല്ലത്. ഇല്ലെങ്കിൽ അവൻ്റെ കണ്ണാക്കി കയറി കൊടുക്കേണ്ടി വരും. ഉള്ള കാര്യം പറയാം. അപ്പോൾ ഇതെവിടെ വുഡ് സെറ്റാക്കുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ ഇവിടെ എന്താണാവോ പൂക്കളല്ലേ. സോറി ഇവിടെ ഗോൾഡ്, ഇവിടെ കുറച്ച് സ്റ്റോൺ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഫർണസ് ഉണ്ടാക്കാമായിരുന്നു. അപ്പം ഞാനിപ്പോൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഫർണസ് നമുക്ക് ആദ്യം ഫർണസ് ഉണ്ടാക്കിയിട്ട് ബാക്കി പറയാം. പക്ഷേ നമുക്ക് വുഡ് ഉണ്ട്, ഫർണസ് ഉണ്ട്. മോനെ ഒരു ഫർണസ് ഉണ്ടാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ഒരു കാര്യം മനസ്സിലായി. റെസിപ്പി ബുക്കും കൂടി ആഡ് ചെയ്യാന്ന് വെച്ചാൽ ഇത് അപ്പൊ അങ്ങനെയാണ് സെറ്റപ്പ്. എന്തൊക്കെ പറയാനാ, ലിവർ ഉണ്ടാക്കാൻ ഒരു സെറ്റപ്പ്, ഇത് സാധനം സ്മെൽറ്റ് ചെയ്യാനുള്ളതാണ് നോർമല്. ഇതിനെന്നാ വിളിക്കുന്നേ, സ്മോക്കർ. സ്മോക്കർ വെച്ച് എനിക്ക് എന്താ യൂസേജ് ഉണ്ടാവുക? ബെഡ് ഉണ്ടാക്കണമെങ്കിൽ, അയണിങ് കട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ റോ അയൺ വെച്ച് ബ്ലോക്ക് ഓഫ് റോ അയൺ, ഇനി അതിന് വേണ്ടി തപ്പാൻ നടക്കണം. ഇതിന്റെ സാധനമൊന്നും എനിക്ക് മനസ്സിലായില്ല ശരിക്കും. കമ്പോസ്റ്റർ, ചെസ്റ്റ്, ബാരൽ ഉണ്ടാക്കണം. അതിന് സ്ലാബ് എന്തോ വേണമെന്ന് തോന്നുന്നില്ല. സൈൻ ബോർഡ് ഉണ്ടാക്കാൻ, ഓക്ക് സൈൻ ബോർഡ്, ഓക്ക് ഹാങ്ങിങ് സൈന്, അതിന് വേണ്ടി മറ്റേ ചെയിന് കൊണ്ടുവരണം. എനിക്കിപ്പോൾ ആൻവിലിൻ്റെ അത്യാവശ്യമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആൻവിലിൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഞാനിപ്പോൾ എവിടെ ഫർണസ് ഉണ്ടാക്കിയത്, എവിടെ ഫർണസ് ചെയ്തിരിക്കട്ടെ. ഫർണസ് നമുക്കിപ്പോൾ മെൽറ്റ് ചെയ്യാനൊക്കെ ആവശ്യം ഈ സൈഡിലാണ്. അത് കണ്ട് നമുക്കിപ്പോൾ ഫർണസ് ആയി. അങ്ങനെ ഈ റൂം സെറ്റായി. ഓക്കെ, നമുക്ക് മരുന്ന് വേണമെങ്കിൽ കുറച്ചും കൂടി സ്റ്റോൺ ഉണ്ട്, വേണമെങ്കിൽ പിക്കാക്സും കൂടെ ഉണ്ടാക്കാം. ടൂൾസ് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ കുടിക്കാം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പാടുപെടുന്നതിന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. എനിക്കിപ്പോ ആവശ്യം ഒരു കുറച്ചും കൂടി താഴെ 30 മരം വെച്ച് എനിക്ക് എത്ര വേണേലും ഉണ്ടാക്കാം. 2 സ്റ്റാക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലേ? എടാ ഇതെന്തോ തീരുന്നില്ലേ? എനിക്കിപ്പോ വേണ്ട സ്ലാബ് അല്ല, സ്റ്റെയറും അല്ല, ഡോറും അല്ലടാ മോനെ. അതിനേതാ അത്? ഡോറ് അതുണ്ടാക്കണമെങ്കിൽ സ്പ്രൂസ് ഡോർ വേണം, ട്രാപ്പ് ഡോറ്, മറ്റേ മതിൽ പോലെ കോമ്പൗണ്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനം തന്നെ. എനിക്കിപ്പോ സ്റ്റിക്ക് ഉണ്ടാക്കാൻ എവിടെ പോകും? സ്റ്റിക്കിന് ഞാൻ എവിടെ പോകും? സ്റ്റിക്ക് 1 2 2 3 13 മതി. ഇനി പോയിട്ട് എനിക്കിപ്പോ പിക്കാക്സിന്റെ അത്യാവശ്യമുണ്ട്. പിന്നെ ഒരു ഇതിന്റെ ആവശ്യമുണ്ട്. പിന്നെ ഇത്ര മതി. പുതിയ പിക്കാക്സ് ആളൊക്കെ യൂസ് ചെയ്യാൻ സന്ധ്യാനേരം ആയെന്ന് തോന്നല്ലേ, നൈറ്റ് ആയെന്ന് തോന്നല്ലേ. സേഫ്റ്റിക്ക് വേണ്ടി ഒന്ന് പോയി നോക്കാം. ആളുണ്ടോ? അപ്പുറത്തും നോക്കിയിട്ട് വേണം ഇറങ്ങാൻ, ഇല്ലെങ്കിൽ എവിടെന്നാ കാവടി ആടാൻ വരുന്നെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് അതൊന്ന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ ചീപ്പിനെ ഒന്ന് തട്ടാന്ന് വെച്ചാണ് വന്നത്. മോനെ ചീപ്പ് കൂട്ടാ, എനിക്കൊരു ബ്ലാക്ക് ബെഡ് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ ആക്കി കയറി കൊടുത്തു. എവിടെ പോവാ? എടാ ഇത് വെട്ടാൻ ചീറ് ഉപയോഗിക്കാലോ എനിക്ക്. ഇവനെ കൊല്ലണ്ടല്ലേ, ഇവന് ഫുഡിന് വേണ്ടി ഇവനെ കൊല്ല. എവിടെ പോവാ? ഫുഡിന് വേണ്ടി കൊല്ലു. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നൈറ്റായി. കലമാടന്മാർ എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പണി നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം, ഇല്ലെങ്കിൽ എപ്പോഴാ അവന്മാർ വരുന്നത്.
ആ ഒരു ഷീപ്പും കൂടി ഉണ്ട്. പക്ഷെ ഇപ്പൊ അവന് രാവിലെ വെറുതെ വിട്ടാമെന്ന് അറിയില്ല. ഇപ്പൊ വെറുതെ വിട്ടേക്കാം. ഇപ്പൊ നമുക്ക് ഫുഡിനുള്ള സെറ്റപ്പ് ഒക്കെ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ റൂമിൽ കയറാതിരിക്കാൻ ഒരു പാടിയെങ്കിലും നോക്കാം. ഇവിടെ മോൺസ്റ്റേഴ്സ് അധികം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് എന്തായാലും ഈ എപ്പിസോഡ് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുമ്പോൾ ചില സമയത്ത് നല്ലതൊന്നും വരും. ഇവിടെയാണ് എൻ്റെ ആർമർ സെറ്റപ്പ് വരുന്നത്. ഇവിടെ കോബിൾ സ്റ്റോണ്, ഇവിടെ കോപ്പർ, ഇവിടെ മറ്റേ നമ്മുടെ ടൂൾസ് സെറ്റപ്പ് ഒക്കെ ഇങ്ങോട്ടേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പൊ പഴയ സ്വാപ്പിംഗ് ഫുഡിനുള്ള സെറ്റപ്പ് ഇവിടേക്ക് മാറ്റാം. ഓക്കെ ഓക്കെ. ഓക്കെ, അങ്ങനെ നമ്മുടെ വീടിന് ചുറ്റും കാവലായി ചെകുവേര ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതില് ചേകാവരുണ്ട്. ഇവനൊക്കെ എന്നാലും എന്റെ കാര്യത്തിൽ തീരുമാനമാവുമോ? തിരിഞ്ഞും മറിഞ്ഞ് 360 ഡിഗ്രി നോക്കിക്കൊണ്ട് വേണം പോവാൻ. ഓക്കെ, അടുത്ത ആരെങ്കിലും ഉണ്ടോ? മോനെ പയ്യെ ചെയ്യുള്ളടാ. ഒന്നടങ്ങടാ. ആ അവനെ തട്ടി. ഇനി നമുക്ക് നമ്മുടെ പണി നോക്കാം. നമ്മളെവിടെ തീർത്തത്. ഞാൻ ഒരു സത്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വിശ്വസിക്കത്തൊരു കാര്യം ഇവിടെ നടക്കും. ഇവിടെ ഒരു വുഡ് ഉണ്ട്, പക്ഷേ അതിന്റെ കണ്ണാക്കി കയറി കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. ഇവിടെയും മരം ഉണ്ട്. എന്തുവാടാ ഇവിടെയൊക്കെ മരത്തിന്റെ മേളോ? എന്നാ ഇതങ്ങ് വെട്ടിത്തുറങ്ങാം. ചുമ്മാതല്ലേ ഇവന്മാര് നമുക്കിട്ട് പണിയാൻ വിടുന്നത്. കാര്യം പറഞ്ഞാൽ ഞാനേ നുണയൊന്നുമില്ല പറയുന്നത്. ഇവിടെ സോംബീസ് അധികം ഉണ്ടോ എന്നുള്ള സംശയമൊക്കെ ഞാൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു വീടുണ്ടാക്കി സർവൈവ് ചെയ്യാന്ന് വിചാരിച്ചു. ബേസ് ഒക്കെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മണ്ണിനടിയിലോട്ട് കുഴിച്ച് പോകണമെങ്കിൽ ഇവന്മാരെ സഹിക്കണം. ഇവന്മാരെ സഹിക്കാണ്ട് വെറുതെ വിടുവോ ഞാനങ്ങട്? കളിയൊക്കെ ഞാൻ പഠിച്ച് ഞാനങ്ങോട്ട് സർവൈവ് ചെയ്ത് പഠിക്കാൻ പോവാ. ചെലന്തി മാവൻ വന്നു കഴിഞ്ഞാൽ അതും ദൂർന്ന് കിട്ടും. ഞാനത് ഫുഡ് കൊണ്ടുപോയി വെച്ചിട്ട് ബാക്കി പറയാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. ഓക്കെ, അങ്ങനെ ഫുഡിനുള്ള സെറ്റപ്പ് ഒക്കെ റെഡി ആയി വരുന്നുണ്ട്. ഏകദേശം ഫുഡിനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും ഫുഡിനുള്ള ചെസ്റ്റ് ഞാൻ ഇവിടെ വെച്ചതുകൊണ്ട് എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. മട്ടൻ്റെ ഇതൊക്കെ 6 ചിക്കൻ കിട്ടിയില്ല, അത് മാത്രമേ. അപ്പൊ ഇവിടെ കോബിൾ സ്റ്റോണ്, ഇവിടെ മറ്റേ കോപ്പർ, അവിടെ എൻ്റെ ആർമറാണ്. അത് നോക്കി വെച്ചേ. പിന്നെ ഇവിടെ കോള്, അയണ്, പിന്നെ ഗോൾഡ്, ഇതൊക്കെ സെറ്റ് ആക്കണം. ഇപ്പൊ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വുഡ് ഉണ്ടോ നോക്കട്ടെ. ഫുഡ് ഉണ്ട്, പക്ഷെ ഫുഡ് ഉണ്ടാക്കാൻ അത്രയും പോരാ പറഞ്ഞിരിക്കുന്നത്. കുറച്ചും കൂടി ഫുഡ് സെറ്റ് ആക്കായിരുന്നു. ഇല്ലെങ്കിൽ അതിൻ്റെ കണ്ണാക്കി കയറി കൊടുക്കാണ്ട് വരുന്നതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ നുണയൊന്നുമല്ലേ പറയുന്നത്, ഞാനുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പൊ തന്നെ ഞാനൊരു വഴിയിലായിട്ട് ആയിക്കഴിഞ്ഞാൽ അവന്റെ കണ്ണാക്കി കയറി കൊടുക്കാണ്ട് വരുന്നതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചാ പകുതി നല്ലത് വരും, പകുതി ചീത്തത് വരും. ഞാനിപ്പോ ഈ സൈഡിലോട്ട് പോകാണെന്ന് വെച്ചാ ആരും വിചാരിക്കരുത്, എന്നെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയുള്ള കാര്യം പറയുന്നതെന്നേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞത്. പണ്ടെന്ത് കളിച്ചെന്നറിയാം. പണ്ടൊക്കെ എന്നാ കളിയായിരുന്നു. മൈൻക്രാഫ്റ്റ് കളി എന്ന് പറഞ്ഞാൽ അതൊരു സുഖം തന്നെയാണ്. എവിടെ പോകുന്നേ? നമുക്കിപ്പോ ഒരു പിഗ് ഫാം തുടങ്ങണം. എനിക്കിപ്പോ ലെതർ ആർമറൊക്കെ ഉണ്ടാക്കാലോ. ഒരു കുതിര കിട്ടിയിട്ടുണ്ട്. എനിക്ക് കുതിരേനെ വെച്ച് മൈനിങ്ങിനൊക്കെ പോവാലോ. ഇപ്പോഴാ ഓർമ്മ വന്നേ. ഇവിടെ എവിടെയെങ്കിലും മരം ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ടും മരം വെട്ടി തുടങ്ങുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എന്നാലും ഞാനും ഇവിടെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വേണേ പറയാം.
സത്യം പറഞ്ഞാൽ ഞാൻ ഈ മരം വെട്ടുന്നത് തന്നെ എനിക്ക് തന്നെ അറിയത്തില്ല എന്തിനാ എന്നാ ചോദിക്കുന്നത്. പക്ഷെ ഇതൊക്കെ മലയിലുള്ള ഒരു കുന്നിൽ വെച്ചാണെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ ശരിയാണ് തിരിച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാനിത് സെറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ഐഡിയ തോന്നി എനിക്ക്. ഓക്കെ, ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കുറച്ച് കാര്യങ്ങൾ. സോംബി എങ്ങനെ അത് മതിയല്ല, എല്ലാം പുനഃസ്ഥാപിച്ച വഴിയാണ്. ഇവിടെയൊക്കെ മരം ഉണ്ടാകുന്ന കാര്യം ഞാൻ അറിഞ്ഞ പോലും ഇത് പൊട്ടെങ്കിലും നമുക്കിപ്പോ ഇതിന്റെ കാര്യം കൂടെ തീർത്താൽ പോലെ. ലാഗ് അടിക്കുന്നുണ്ടല്ലേ? ശരിയല്ല, നമുക്കിപ്പോ ശരിയാക്കാം. ഓക്കെ, അങ്ങനെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഫുഡിന് വേണ്ടി ഇനി ആടിനെ കൊല്ലണം. ആട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറയണേ. ചെറിയ ലാഗ് ഉണ്ട്. ഓക്കെ, അങ്ങനെ അത് സെറ്റ് ആയിട്ടുണ്ട്. ഫുഡിന് വേണ്ട പല സാധനവും ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടാണ്. അപ്പൊ ബീഫ് കിട്ടി. ബീഫൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് വേണ്ട. അതിന്റെ ലെതർ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. എനിക്കിപ്പോ വേണേ ലെതറിന്റെ ബൂട്ട് ഉണ്ടാക്കാം, ആർമറൊക്കെ സെറ്റ് ആക്കാം. ലെതർ കിട്ടുന്ന സാധനമൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടാണ്. ഇവിടെ കൊണ്ടുവന്ന് ലൂട്ടൊക്കെ ഇടാം അല്ലേ? ഞാനിത് മാറ്റാൻ പോവാം. കോപ്പർ ഒന്നും എടുക്കുന്നില്ല, ഇവിടെ കൊണ്ടുവന്ന് ലൂട്ടൊക്കെ വെക്കാം. വുഡ് വേണേ കത്തിക്കാൻ എടുക്കാം. ഇവിടെ കത്തിക്കാനുള്ള സാധനവും കുറച്ച് ചെയ്തിട്ടുണ്ട്. ലെതറും ഇതിനകത്ത് ഇട്ടേക്കാം. കിട്ടുന്ന ലൂട്ടല്ല, ആവശ്യമാണെങ്കിൽ മാത്രം കിട്ടുന്ന ലൂട്ട് അത്രേ ഉള്ളൂ. ടാക്സ് ആവശ്യമുള്ള ഡാമേജ് ആറാകുമ്പോൾ വേറെ ഒരെണ്ണം എടുക്കാം. കോബൽ സ്റ്റോണ് ഫുള്ള് ലൂട്ടാണ്. അത് ലൂട്ടാണേ. ഇതിന്റെ സ്പിയർ ഇതിനകത്ത് കിടന്നോട്ടെ. സ്പിയറും വേണം ഇതിനകത്ത് കിടന്നോട്ടെ, നമുക്ക് പിന്നെ നോക്കാം. ഇത് ആവശ്യമുള്ളതാണോ? 58, 38, 64, 32 ഉണ്ട്. ഇപ്പൊ ഫുഡിനുള്ള സെറ്റപ്പ് റെഡി. അല്ല, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയി. എന്തെന്ന് വെച്ചാല് നമ്മളുടെ ഈ പ്രാവശ്യത്തെ വരവിനും അനുസരിച്ച് നമ്മള് മൈൻക്രാഫ്റ്റില് ഒരു ചെറിയ റീസൺ കൊണ്ടുവന്നിരിക്കുക. എന്തെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ കുറച്ച് റീസണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പുതിയ സർവർ തുടങ്ങിയിട്ടുണ്ട്. എന്റെ കൂട്ടുകാരൻ ഉണ്ണി ചെറിയൊരു സർവർ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ സർവറാണേ. ഉണ്ണി തുടങ്ങിയ ഒരു സർവറാണെന്ന് പറയാം. പക്ഷെ അതിപ്പോ ഭയങ്കര ഡെവലപ്പ് ആയിട്ടുണ്ട്. പതുക്കെ കുറച്ച് ഡെവലപ്പ് ആയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ നമ്മളിപ്പോ ഡയമണ്ട് വരെ OP ആയിട്ടുണ്ട്. അപ്പൊ ഞാനത് കളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വേണേ സജസ്റ്റ് ചെയ്തോ, അതിന്റെ വീഡിയോ വേണമെങ്കിൽ അതിന്റെ വീഡിയോ ഇടാം. പക്ഷെ അത് 140 എത്രേണ്ട എപ്പിസോഡ് മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷെ അത് വലിയ റിസ്ക് ആണ്. അതുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിച്ചാൽ എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിച്ച് കമന്റ് ചെയ്യുക. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എൻ്റെ കൂടെ ഡിസ്കോഡിൽ ചേരണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്കോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിസ്കോഡ് ലിങ്ക് കൊടുക്കാം, എന്തായാലും കൊടുക്കാണ്ട് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ലിങ്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു എപ്പിസോഡ് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യുന്നില്ല. ഞാൻ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോവുള്ളൂ. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇന്നലെ കഴിഞ്ഞ തവണ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരു ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ കമന്റ് ചെയ്ത് പറഞ്ഞായിരുന്നു, സീൻ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തായിരുന്നു. അപ്പോ അവൻ കമന്റ് ചെയ്തത് കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കൊള്ളാമെങ്കിൽ മാത്രം നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് പറഞ്ഞാൽ മതി. എന്തെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെയല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ എഡിറ്റിങ്ങിനൊക്കെ ഞാൻ ഫസ്റ്റാ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മരം വെട്ടാനുള്ളത് ഇതുകൊണ്ടുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മൾ ബാക്കി എവിടെ പറഞ്ഞു നിർത്തിയ മരം വെട്ടുന്ന കാര്യമല്ല.
മരം വെട്ടുന്ന കാര്യം പറഞ്ഞു തീർത്തിട്ട് പോവാം. സോമ്പു നമ്മളെ വെറുതെ വിടത്തില്ല. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നെന്ന് ആർക്കറിയാം. വള്ളികൾ ഒപ്പിക്കാൻ നല്ല ഈസിയാ. കാരണം എന്താന്ന് വെച്ചാല് പല ടൈപ്പ് വള്ളികൾ ഒപ്പിക്കാം. ഇതിന് വെറും പോയാല. അവിടെ ഒരു ഷീപ്പുണ്ട് പക്ഷേ മോനെ ഷീപ്പ് കുട്ടാ. ഓ പേടിച്ചല്ലോ. ഇവൻ എന്നെ കൊണ്ട് ട്രാപ്പിന് പോകുന്ന തോന്നുന്നത്. ഞാനിത് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ നിന്ന് കിട്ടുന്ന ലൂട്ട് അനുസരിച്ച് ഞാനിവിടെ ഒരു ബെഡൊക്കെ പണിയാം. വേറെ ബ്ലാക്ക് ബെഡ് പണിയുന്നുണ്ട്. വേറൊരു ടീമും കൂടി എൻ്റെ കൂടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവന് വേണ്ടി ഒരു ബെഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്. അവൻ എനിക്കത് സെറ്റാക്കി തരുമോ ബ്രോ? എനിക്കത് സെറ്റാക്കി തരുമോ? ഞാൻ മൈൻക്രാഫ്റ്റിൽ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ നോക്കട്ടെ, എന്തായാലും ഞാനത് പറയാമെന്ന് വിചാരിക്കുന്നതാണ്. പിന്നെ ഉള്ള കാര്യം എന്താന്ന് വെച്ചാല് ഈ മൈനിങ്ങിനാ പോകാൻ പറ്റാത്ത. കഷ്ടകാലത്തിന് എവിടെ നിന്നൊക്കെ കെട്ടിയെടുത്ത് വരുന്ന ആർക്കറിയാം ഇതൊക്കെ. ഈ സോമ്പിൽ ഒച്ച കേൾക്കുന്നുണ്ട്, പക്ഷെ എവിടെ നിന്നാന്ന് അറിയത്തില്ലേ. വല്ലാത്ത പുലിവാലായിപ്പോയല്ലേ. മരം ഒരെണ്ണം അവിടെ കിടപ്പുണ്ട്. പോട്ടെ. ഫുഡൊക്കെ റെഡിയാക്കാൻ മരം വേണം. പിന്നെ കുറച്ച് ഷീൽഡ് ഉണ്ടാക്കാൻ എനിക്ക് മരം വേണം. അതിനുള്ള കാര്യം ആണ് നിങ്ങളെ. പോരട്ടെ. ഓക്കെ, സെറ്റ്. ഗെയിം കളിക്കുന്നതാണ് അതിന്റെ ത്രില്ല്. പക്ഷേ ഓക്കെ, താഴോട്ട് കുറച്ച് വഴിയുണ്ട്, പക്ഷെ അതെങ്ങോട്ട് പോകുന്നതെന്ന് അറിഞ്ഞൂടാ. പക്ഷെ നമുക്കിപ്പോൾ അപ്പുറത്തൊരു ബേസും കൂടി സെറ്റ് ആക്കണം. അപ്പുറത്ത് മരമുണ്ട്, പക്ഷെ അവിടെ പോവാണെങ്കിൽ വേറൊരു സീനുണ്ട്. സോംബി, സ്കെലട്ടൻ, ഇവന്റെ ഒക്കെ അമ്മാവന്മാര് വരെ ഇവിടെ ഉണ്ട്. എന്തിനെന്നറിയോ? എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറഞ്ഞു തരാം. ഞാനാദ്യം ഫുഡൊക്കെ സെറ്റ് ആക്കിയിട്ട് ബാക്കി പറയാം. അപ്പം വ്യക്തമായിട്ട് ഞാൻ കുറച്ച് കാര്യം പറയാൻ മറന്നുപോയേ. അത് ഞാനിപ്പോൾ വ്യക്തമായിട്ട് പറയാം. എന്താണെന്ന് വെച്ചാൽ ഫുഡൊക്കെ ഇവിടെ കളക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാ. എന്തായാലും ആടല്ലേ, 7 എണ്ണം കിട്ടിയിട്ടുണ്ട്. പുറത്തോട്ട് ലൂട്ട് കിട്ടിയത് വെക്കണ്ടേ? ലൂട്ട് കിട്ടിയതൊക്കെ ഇതിലാ മോനെ. ലൂട്ട് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ വേണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇവിടെ വേണം. എനിക്കിതിപ്പോ അത്യാവശ്യം. മയിലാട്ടം ആട തന്നെ തൊട്ടടുത്ത് തന്നെ മരമൊക്കെ ഒപ്പിക്കണമെന്നുണ്ട്. പക്ഷെ സോംബി ഉള്ളത് കൊണ്ട് മരം ശരിക്കും ഫുഡൊക്കെ റെഡിയാക്കട്ടെ. ശരിയാവില്ലല്ലോ. ഫുഡൊക്കെ റെഡിയാക്കട്ടെ. ഇത് വെറുതെ വേസ്റ്റ് ചെയ്യണം. ചിക്കന് സെറ്റാക്കാം. ഫർണസിൽ ഇത് വെക്ക്. അല്ല, ഇതിങ്ങനെ വെച്ചിട്ട് ഫർണസില് ഒരു 6 എണ്ണം വെച്ചുള്ള ഒരെണ്ണം വെച്ചിട്ട് അവിടെ വെക്കുക. ഓക്കെ, ചിക്കൻ. എന്നിട്ട് അത് അവിടെ തിരിച്ചു വെക്കാം. ഓക്കെ, എന്നിട്ടത് എനിക്ക് ആ പന്നിയുടെ അല്ല പോത്തിന്റെ ഇതെടുത്ത് എന്തായാലും ഗതികെട്ടാലും പോയി. അതുകൊണ്ട് അങ്ങനെയൊക്കെ മോനെ അപ്പൊ പണി തുടങ്ങാം. മോനായി വെറും മോനായി. ഫുഡ് റെഡിയാക്കട്ടെ.
നിങ്ങൾ റെഡി ആയി കിട്ടുവോ? ആ എനിക്ക് വേണേ അയണൊക്കെ മെൽറ്റ് ചെയ്യാൻ എടുക്കാലോ. ഓക്കെ, സെറ്റ് 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 സെറ്റ്. ടാക്സ് എടുത്തു, പണി തുടങ്ങാൻ പോവാ. വാളൊക്കെ എവിടെ നിന്ന് വരുന്നെന്ന് ആർക്കറിയാം. വാളും വള്ളിയില്ലാത്ത രാജ്യത്തോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നതെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ തെറ്റി. സത്യം പറഞ്ഞാ ഞാൻ ആ ഭാഗത്തോട്ടല്ല. എവിടെ പോവും ഇപ്പൊ? ആ, കുറച്ച് മരമൊക്കെ അങ്ങ് അറ്റത്തൊക്കെ നിൽക്കുന്നില്ല, അവിടെ നോക്കാം. താഴെ മരമൊക്കെ ഉണ്ടാവും, പക്ഷേ എനിമീസും കാണും. നമ്മള് ജനനായകന്റെ കാര്യം പറയാൻ മറന്നു പോയത്. ജനനായകൻ പറയാനായിരിക്കും വരുന്നെന്ന് പറഞ്ഞാല്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം ജനനായകനെ കുറിച്ച്? എനിക്ക് അഭിപ്രായം ഒന്നുമില്ല കൈസ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് പടം കാണണം, അത്രേ ഉള്ളൂ. പടം വന്നാൽ കാണണം. പടം എന്തായാലും എനിക്ക് റിലീസായ കാണണമെന്നുണ്ട്. പക്ഷേ ഓരോ പ്രശ്നങ്ങള്. പാവം അണ്ണന് വേണ്ടി ഫാൻ ബേസ് തന്നെ ഇളകി മറിയും. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞ ഞാൻ പ്രാകുമല്ല കേട്ടോ. ഓക്കെ, അങ്ങനെ അതവിടെ കിട്ടിയത് അവിടെ കിട്ടുക. ആ, ഇങ്ങനെയൊക്കെ കിട്ടാൻ ചാൻസ് കുറവല്ലേ. ഇവിടെയൊക്കെ മരം ഉണ്ടെന്നുള്ള വിവരം പോലും ആരും പറഞ്ഞിരുന്നില്ല എന്നുള്ളത് നേരെ. മൈൻക്രാഫ്റ്റ് പോലും കോർഡിനേറ്റ് വേണം ഇപ്പൊ എനിക്ക് ഓൺ ചെയ്തിട്ട്. ആരത് ആരത് ഇടിച്ചോടിക്കോ ജീവൻ വേണമെങ്കിൽ. അല്ല, ആക്സ് വെട്ടിയതാന്ന് തോന്നുന്നു. ആ, എന്റെ കയ്യിലൊരു ആക്സ് ഉണ്ടാക്കണം. അതുകൊണ്ട് സ്റ്റോൺ മൈൻഡ് ചെയ്തെടുത്താലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് വേണം സ്റ്റോൺ മൈൻഡ് ചെയ്തെടുക്കാൻ പോവാല്ലോ. വെറുതെ ഞാൻ എന്തിനാ ഇവിടെ കിടന്ന് പേടിച്ച് ഊറിച്ച് നാട്ടിച്ച് നടക്കുന്ന. കാര്യം എന്തെന്ന് വെച്ചാല് സ്റ്റോൺ മൈൻഡ് ചെയ്യാൻ പോകുന്നതിന്റെ കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവണം എല്ലാവരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇനൊന്നും അല്ലടാ കയറുന്നത്. എങ്ങോട്ടാ പോകുന്നേ? ഞാൻ എവിടെയോ ബേസ് ഉണ്ടാക്കിയായിരുന്നല്ലോ. ബേസ് എപ്പുറത്തായിരുന്നു? അപ്പുറത്തല്ലായിരുന്നോ? അതാണോ? അല്ല മൈൻഡ് ചെയ്തിട്ട് അതെവിടെ കൊണ്ടുവന്ന് ബേസ് വെച്ചത്? ഇവന്മാരുടെയൊക്കെ ഗതിയെ സമ്മതിച്ചു കൊടുക്കണം. എവിടെ പോവും? ആ, വരാം. ഈ മരം ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് മരമൊന്നും വേണ്ട. നമുക്കിപ്പോ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണം. എന്താന്ന് വെച്ചാല് ഞാൻ കുറച്ച് സെറ്റപ്പ് ആയിട്ട് പോരെ ഞാൻ കരുതുന്നു. എനിക്കിപ്പോ സ്റ്റോൺ ആക്സ് ഉണ്ടാക്കണമെങ്കിൽ 3 സ്റ്റോൺ എടുത്ത് 3 സ്റ്റോൺ എടുത്തിട്ട് ഞാൻ വന്നാ മതിയായിരുന്നു. 3 ഉള്ളൂ. 1 2 3. ഓക്കെ, 3 ഉണ്ടാക്കാം. പുറകെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും 1 2 3 അല്ലേ? നോക്കാം. ഓക്കെ, 1 2 3 4. തിരിച്ചു വീട്ടിൽ പോവാം. ഓക്കെ, അങ്ങനെ ആ സ്റ്റോണ് 4 എടുത്തിട്ടില്ല. 2 അറിയത്തില്ല. 3 ഈ 3ാമത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം സ്റ്റോണും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഗെയിം ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വള്ളിയൊന്നും പിടിക്കാൻ വയ്യ. കാരണം അത്രയ്ക്കും വള്ളികളാ. എവിടെ ചെന്നാലും വള്ളി ഒപ്പിച്ച് വെക്കല പണി. എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിളിൽ ഇപ്പോൾ നോക്കാൻ ടൂൾസിനുള്ളത് 2 ഉണ്ട്. അതെ വരാം. അയ്യേ, ഞാൻ ഗ്രാവലാണ് എടുത്തത്. മണ്ടനായി പോയി.
സാരില്ല, ഇപ്പം ഗ്രാവൽ എവിടെയെങ്കിലും ഇരിക്കട്ടെ. ടൂൾസ് വെക്കുന്നിടത്താണേലും ഗ്രാവൽ ഇരുന്നോളുമല്ലോ. കഥ കിടക്കട്ടെ, കഥ കിടക്കട്ടെ, കഥ കിടക്കട്ടെ. സോ ഗായ്സ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരും ഡിസ്കോർഡ് ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.